ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് പോകാൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മതാ ഈ റൂമിലാണ് ഇന്ന് നിന്നത്. നല്ല അടിപൊളി ചേച്ചിയായിരുന്നു. ഇത് ഇനിയിപ്പോൾ 600 രൂപ സെറ്റാക്കി തന്നാൽ മതി. ബാക്കിൽ നോക്കിയതാ ഫിഷ് ടെയിൽ പീക്കൊക്കെ കാണാതാ, കണ്ടാ മഞ്ഞുമലയൊക്കെ കാണാം. കുറച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞുമലയൊക്കെ പോകട്ടോ, മൊത്തം കോടമുടി പോകട്ടോ. ചേച്ചി അടിപൊളി ചേച്ചിയായിരുന്നു. ഇന്നലെ രാത്രി ഫുഡൊക്കെ ഉണ്ടാക്കിയ ചേച്ചിയായിരുന്നു. നല്ല അടിപൊളി ചേച്ചിയായിരുന്നു. നമ്മൾ അൻവർക്കുണ്ട്. അപ്പോൾ നമുക്കതിന് ഇവിടുന്ന് ഇറങ്ങിയിട്ട് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് നടക്കണം. സ്ഥലം നമുക്ക് ഷൂ ഇതുവരെ സെറ്റായിട്ടില്ല. പക്ഷെ അത് നോക്കാം, വീട്ടിൽ നിന്ന് എവിടെ നിന്ന് കിട്ടുന്നെങ്കിൽ സെറ്റാക്കിയിട്ട് പോവാം. ഇല്ലെങ്കിൽ ഷൂ ഇല്ലെങ്കിൽ ഇത് സ്നോയിൽ നടക്കാൻ ഭയങ്കര സീനായിരിക്കും. അവിടെ വരെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് പോവാം. അപ്പോൾ നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വേറെ ഒരു മലയാളി ഒരു ടീംസ് കൂടി ഉണ്ടല്ലോ, കപ്പിൾസ്. അവർ നമ്മൾ ഒന്നിച്ചിട്ട് ആ പാലം വരെ വരുന്നു പറഞ്ഞു ഇവർ. അപ്പോൾ പാലം വരെ വന്നിട്ട് ഇവർ തിരിച്ച് വരും, ഞങ്ങളങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇനി ഇപ്പം നല്ല സൺലൈറ്റാണ്, നല്ല വെതറാണ്. ഇന്നലെ വെതർ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ഷോക്കായിരുന്നു. രാവിലെ എപ്പോഴും ഇതേ വെതറായിരിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് കാലാവസ്ഥ മാറുന്നത്. നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. അന്നപൂർണ്ണ വരുന്ന വഴിക്ക് ഈ ഒരു ബോളറില്ല എത്ര കൊണ്ടാക്കി ഫ്രീക്ക് വരുന്നേക്ക് നമ്മൾ കയറ്റി കൊണ്ടാക്കി എളുപ്പമായി. കുറേ നടക്കണില്ല. അതാ ഇന്നൊക്കെ എത്ര അടുത്തരി കാണുന്നു. മഞ്ഞുമലയെല്ലാം കണ്ട നല്ല അടുത്തരി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ നടന്നിട്ട് ഇപ്പം ഇവർ ഈ മല്ലു ടീംസില്ല, ഇവർ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് വരെ വരുന്നില്ല. ഇവിടെ ഒരു പാലമുണ്ട് പറഞ്ഞില്ല, ഒരു പാലമുണ്ടല്ലോ, വലിയ തൂക്ക് പാലം. അവിടെ വരെ കാണാൻ വരുന്നതാണ് പറഞ്ഞത്. എന്താ ഇവിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ എല്ലാം ഉണ്ട്, പട്ടിക്കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ബേസ് ക്യാമ്പ് വരെ പോകണം, അങ്ങ് ഉടമ്പ് വരെ പോകണം. 3 ദിവസം എടുക്കുന്നതാണ് പറഞ്ഞത് ബേസ് ക്യാമ്പ് വരെ. നല്ല സ്നോ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇവ കാണാൻ തന്നെ അറിയാലോ, നല്ല സ്നോ ആണ്. അതോ ഇവർ എവിടെ നോക്കിയാലും ഇതാണ് ചോളത്തിന് ഇവർ ഉണക്കലാണ് പരിപാടി. ഉണ്ടോ, ഇതാണ് പരിപാടി. നമ്മൾ നടന്നിട്ട് അവസാനം വലിയ ബ്രിഡ്ജാണ്. ഇവിടെ ഉണ്ടാകും ഗേറ്റ് കൊണ്ടുപോകണ്ട തല വെച്ചിട്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടുന്ന് സജ്ജൊക്കെ ഉണ്ടാക്കി ഫുൾ ഉണ്ടാക്കിയില്ല, ഇതൊന്നും എല്ലായി. അപ്പോൾ നമ്മൾ അതിന് ഇതെല്ലാം ഒരു സ്റ്റേ ആവും, ടീ ഹൗസാണ്. അപ്പം നമ്മൾ അതിലാവും നടക്കുന്ന തുടങ്ങുന്നത്. ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കയറിച്ചിട്ടുണ്ട്. ഇതിലേക്കൊന്നും പോകണ്ട, ഇങ്ങനെ ഗൈസ്. നമ്മൾ ഇവിടുന്ന് വന്നറിയാം മുകളിൽ കുറേ പോരാ വേണ്ട. ആടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് താഴെ കൂടി വന്നിട്ട് താഴെ അതിലോ മുകളിൽ ഇങ്ങനെ കയറിയിട്ട് വന്നവ കുറേ നടന്നു. നമ്മൾ ഇതിനുകൊണ്ട് കുറേ നടക്കാനില്ല, അങ്ങ് വരെ എത്തണം. അങ്ങ് പോയിട്ട് അതിൻ്റെ ബാക്കിൽ കൂടി അങ്ങനെ നടക്കണം. ഗൈസ് നമ്മങ്ങനെ ചോമ്പറം വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. ABC പോകുന്ന വയ്യാവാ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇന്ന് ഈടെത്താൻ പ്ലാൻ ഇതാ, സിനിമ വില്ലേജ് കണ്ട. ഈടൊരു വില്ലേജ് കണ്ട, ഇവിടെത്താൻ ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ ഫോഗമൂടിയുണ്ട്, മഞ്ഞുമലൊക്കെ ചെറുങ്ങനെ കാണാം. നമ്മളെന്ന് വെച്ചിട്ട് ഒരു സായിപ്പ് എന്ന് പറയാനല്ല, ഓസ്ട്രേലിയയിൽ നിൽക്കുന്നത്. അന്നൊക്കെ ജനിച്ചതല്ലോ നേപ്പാളിൽ, ഇന്ത്യയിൽ 25 കൊല്ലം ജീവിച്ച്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ആ വില്ലേജിലേക്ക് നടക്കുന്നുണ്ട്. യാത്രയും കഥയില്ല, നടക്കാം. നടക്കുമ്പോൾ തണുപ്പൊന്നും അറിയില്ല. നല്ല ഇത് ഹീറ്റാകുന്നുണ്ട്, ബോഡി അത്ര അറിയുന്നില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. 2000 മീറ്റർ ഹൈറ്റ് ഫ്രം സീ ലെവൽ. ആടുന്ന് നമ്മൾ ഈടത്തേക്ക് വന്നു. ഈടത്തേക്ക് ഓസി കിട്ടി ഏകദേശം. ആദ്യം ഈടത്തോളം ഓസി കിട്ടി. ഈടത്തോളാം. ഇങ്ങനെ നടന്ന് ഈട് നമ്മൾ വീടാന്ന് വിചാരിച്ചു, കയ്യിലില്ല നടക്കാൻ. നടന്ന് ഈടത്തേക്ക് എത്തി. നമ്മൾ ഇവിടെ ക്യാമ്പ് അടിക്കാന്ന് വിചാരിച്ചു. പിന്നെ സായിപ്പിന് കിട്ടി. സായിപ്പ് ഭയങ്കര മോട്ടിവേറ്റ് ആയി. സിനിമ എത്താനായി. സിനിമ വരുന്നതാ ഇത് നടക്കാന്നില്ല, തീപ്പെല്ലാം സിനിമ പാടെത്തണം. അപ്പം നമുക്ക് അടുത്തത് നാളെ നമുക്ക് രാത്രി ആകുമ്പോൾ ഹിമാലയ എൽഡൂരളി അടുത്ത് എത്തണം പ്ലാന്. അത് പിന്നെ നേരെ ABC എന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം കയറിയിട്ട് പെട്ടെന്ന് ഇറക്കം കിട്ടി. അതായത് ചോമ്പറോങ് വില്ലേജിൽ നിന്ന് പിന്നെ മൊത്തം ഇറക്കും. അത് കഴിഞ്ഞിട്ട് അതിലും കയറണം, അതാണ് ടാസ്ക്. ഈ ഇറങ്ങിയിട്ട് കയറുന്നത് അതിൻ്റെ അത് ടാസ്ക് ഇല്ല. എന്താ നല്ലൊരു സ്ഥലമാണ് ഇത്. ഇവിടെ നല്ലൊരു സ്തൂപ്പമുണ്ട്, നല്ലൊരു വ്യൂ ഉണ്ട്, മജയുണ്ട്.
ഞങ്ങൾ പോകുന്ന വഴിക്ക് വേറൊരു പാലം കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ പാലാണ്. 3 പാലുണ്ടെന്നാണ് പറഞ്ഞത് ABC ട്രക്കിങ്ങിന്. നമുക്ക് ഇതുവരെ ഇറക്കമായിരുന്നു, ഇനി പിന്നെയും കയറ്റമാണെന്നാണ് തോന്നുന്നത്. ട്രക്കിങ്ങിനെ ചെറിയ സംഗതിയല്ല, നല്ല രീതിയിൽ ക്ഷീണിക്കുന്നുണ്ട്. ഇറക്കം ഇറങ്ങിയിട്ട് കയറാനുള്ള പാടില്ല, കയറാൻ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണമാണ്. എന്ന് വെച്ചാൽ മൊത്തം സ്റ്റെപ്പാണല്ലോ കുത്തൊക്കെ ഉള്ള, അതുകൊണ്ടായിരിക്കാം. അപ്പം ഞാൻ ഇത് സിനിമാനെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ കേട്ടോ. ഭാഗ്യത്തിന് ഒരാൾക്ക് 200 രൂപ കിട്ടി, നമ്മളെ നേപ്പാളി 200 പെർ പേഴ്സൺ. ഒരു 3 കട്ടിലുണ്ട്, ബെഡ്ഷീറ്റ് എല്ലാം ഉണ്ട്. ചാർജിങ്ങിൻ്റെ പൈസ കൊടുക്കണോ? ഇല്ലത് നമ്മൾ വെറുതെ ഉറങ്ങാൻ മാത്രമേ നൽകി. ഫുഡെല്ലാം നമ്മൾ തന്നെ ഉച്ചക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയല്ലോ, അത് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ആക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ടുള്ള ഓസ്ട്രേലിയയിലത്തെ പുള്ളി അയാളുണ്ട് ഒന്നിച്ചിട്ട്. ഇത് സിനിമ സൗത്ത് നമുക്ക് ഉള്ളത്, ഇത് കാണുന്നില്ല, ഇതാണ് സിനിമ നോർത്ത്. നമുക്ക് ഉറങ്ങണം, നല്ല ചളിയുണ്ട്, നല്ല തണുപ്പുണ്ട്, നമുക്ക് ഉറങ്ങണം പെട്ടെന്ന്. റൂം ഇട്ടതാ, 3 കട്ടിലുണ്ട്. സലാവിയിൽ അപ്പുറത്തെ മറ്റേ ചങ്ങായി, ഇവിടെ ഞാൻ കിടക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രക്കിംഗ് സ്റ്റാർട്ടായി. രാവിലെ ചോറും ഡാൾക്കറും ഉണ്ടാക്കിയേട്ടാ. അപ്പോൾ ഫ്രാൻസിലത്തെ ആൾക്കാരുണ്ട്, ജർമ്മനി, പോളണ്ട് എല്ലാവരും ഉണ്ട്. ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡൂരാലെത്താൻ ഇത് ഇന്നത്തെ നമ്മളെ മെയിൻ എയിം. അപ്പോൾ മറ്റന്നാൾ നമ്മൾ ഫുള്ള് സ്നോ ട്രക്കിംഗ് ആയിരിക്കും. ഷൂ ഒക്കെ ഇതുള്ളത്, ഇല്ലെങ്കിൽ ഒരു ക്രോംപോൺസ് വേണം, സ്പൈക്ക് വേണം. ധന്യവാദ്. അപ്പോൾ നമുക്ക് എല്ലാം റെഡിയായി, സാധനം റെഡിയായി. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഇവിടുന്ന് വിടും. എന്നെ മോളിൽ കൂട്ടിയിട്ടതാ കണ്ടോ, അങ്ങനെ കൂട്ടി അങ്ങനെ കൂട്ടി പോകണം. ഗൈസ്, നമ്മൾ സിനിമ എത്തിയിട്ടുണ്ട്, സിനിമ നോർത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഡ്യൂരലെത്തണം. ഇന്ന് ഭയങ്കര ടയർഡാണ്, ഇന്നലത്തെ പോലെയല്ല. ഇന്ന് ആൾട്ടിറ്റ്യൂഡ് കൂടിയില്ല, മുകളിലേക്ക് എത്തിയില്ല, ഭയങ്കര ക്ഷീണമാണ്. കഴിഞ്ഞില്ല, കയറാൻ കഴിഞ്ഞില്ല, ഭയങ്കര നിൽക്കുന്നത്. ഇനി കൂടുതൽ മുന്നേ പോകണം. സിനിമന് ശേഷം ഈ ഡോവാൻ വരെ കുറച്ച് ഈസി ആയിരുന്നു കേട്ടോ. വെച്ചാൽ മൊത്തം ഫോറസ്റ്റാണ്, പിന്നെ സ്റ്റെപ്പുകൾ ഇങ്ങനെ കുറയില്ല, ചെറിയ ചെറിയ സ്റ്റെപ്പുകളും, പിന്നെ ഫ്ലാറ്റ് ലാൻഡ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നടക്കാനെല്ലാം ഈസിയായി നടക്കാൻ പറ്റുന്നുണ്ട്. അത്ര പോലെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഫോറസ്റ്റ് ആണല്ലോ. പിന്നെ പോകുന്ന വഴിക്ക് എവിടെ നോക്കിയാലും ഈ മച്ചപ്പുച്ചിറി ഹിമാലയ കാണാം കേട്ടോ, അതായത് ഫിസ്റ്റയിൽ കാണാം കേട്ടോ. എവിടെ പോയാലും ഇതാണ് മെയിൻ വ്യൂ. ഒരു രാജാവിനെ പോലെ നിൽക്കുന്ന സംഭവം ഹിമാലയാണിത്. നല്ല രസമായിരുന്നു കേട്ടോ ഇത്. എന്തോ ഒരു വാക്കുകളില്ല പറയാം, എന്തോ ഒരു അത് നേരിട്ട് കണ്ടാലും അതിൻ്റെ ഒരു രസമുള്ളൂ. പിന്നെ ഒന്ന് എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ ഈ പോട്ടർമാർ അവരൊക്കെയാണ് കേട്ടോ. അവരൊക്കെ സാധനങ്ങളൊക്കെ ഗ്യാസ് സിലിണ്ടർ 2 ഗ്യാസ് സിലിണ്ടറൊക്കെ പുറത്ത് കൊണ്ട് അത്ര ഹൈറ്റ് വരെ നടന്നുകൊണ്ട് പോകും. അതും ചെരുപ്പൊക്കെ ഇട്ടാണ് നടന്നു പോകുന്നത്. ഭയങ്കര സ്ട്രെങ്ത്താണ് അവർക്കൊക്കെ. അത് കണ്ടിട്ട് ഒരു സങ്കടം തോന്നിപ്പോയി കേട്ടോ. അവരത്ര ജീവിക്കാൻ വേണ്ടി ഭയങ്കര കഷ്ടപ്പാടുകളൊക്കെ ആയിരുന്നു. സലാവുദ എൻ്റെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കരത്തിൽ. അവന് എൻ്റെ ഫോൺ വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് നീ പൊക്കോ ഞാൻ വരാൻ പറഞ്ഞിട്ട് ഇതായിരുന്നു ഇവൻ്റെ പരിപാടി. കിട്ടിയ കല്ലിലൊക്കെ ഫോണുകളൊക്കെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ വീഡിയോ എടുക്കുക. ഈ ഒരു പ്രാന്തനാണ് കേട്ടോ. അങ്ങനെ സലാവ് പറഞ്ഞ് നീയോ ഇങ്ങനെ നടക്ക്, നിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് സലാവ് എൻ്റെ വീഡിയോ കൂടി എടുത്ത കേട്ടോ. നല്ലൊരു നന്മമരാണ് സലാവ്, സലാവിനെ മറക്കാൻ പറ്റില്ല. അതിനുശേഷം ഡോവാന് ശേഷം ബാംബു വരെ ആദ്യം പിന്നെയും ഇറക്കായിരുന്നു, നല്ല ഇറക്കായിരുന്നു. ഈ ബാംബു എന്ന സ്ഥലം മുതലാണ് കേട്ടോ ഈ അന്നപൂർണ റീജിയൻ സ്റ്റാർട്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ബാംബു എന്ന സ്ഥലത്തിന് ശേഷം ബീഫ് അങ്ങനത്തെ ഒരു ഇത് ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഒരു സാധനം കിട്ടുമല്ലോ കേട്ടോ അവിടെ പച്ചക്കറിയും പിന്നെ ഫിഷ് കിട്ടും, വേറൊരു സാധനം കിട്ടില്ല. പിന്നെ മട്ടനും കിട്ടുന്നതാണ് പറഞ്ഞത്, മട്ടനും കിട്ടുമെന്ന് പറഞ്ഞു. ഇത് കണ്ടു, ഇത് ചെറിയൊരു പാലമാണ് കേട്ടോ, സലാവ് ക്രോസ് ചെയ്യുന്നുള്ളത്. ഇങ്ങനത്തെ കുറേ പാലങ്ങൾ കാണാം ഇഷ്ടം പോലെ. അങ്ങനെ ഞങ്ങൾ ബാംബൂലത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, നല്ല ടയർഡായിരുന്നു. പിന്നെ എന്താ അറിയില്ല, ഒരു വീഡിയോ എടുക്കാനുള്ള മൂഡിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഡോവാനെത്തി. ഇത് ഞങ്ങൾ ഡോവാന കഴിഞ്ഞ് വരുന്നവർക്ക് കണ്ട കാഴ്ചയാണ്. അതായത് വാവലാൻസ് നടന്ന സ്ഥലമാണ് കേട്ടോ. അതായത് മേലേന്ന് മഞ്ഞുമലകൾ പൊട്ടി അങ്ങനെ ലാൻഡ് സ്ലൈഡായിട്ട് താഴോട്ട് വന്നതാണ്. അങ്ങനെ ഇതിന് മേലെ കൂടിയാണ് നടന്നത്. കുറച്ച് പേടെ ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ട് അങ്ങോട്ടൊക്കെ എന്താവും എന്നുള്ളൊരു ചിന്തയായിരുന്നു.
ഗായ്സ് അങ്ങനെ ഞങ്ങൾ കുറെ നടത്തത്തിന് ശേഷം ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഫോൺ അങ്ങനെ കൂടുതൽ ഉപയോഗിച്ചിട്ടാ, കൂടുതൽ നമുക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല. എന്തായാലും ചാർജ് കുറവാണ്, പവർ ബാങ്കിലൊക്കെ ഉണ്ട്. അതിന് ബേസ് ക്യാമ്പ് കയറി പോകാനുണ്ട്. ഇവിടെ ചാർജ് ആക്കണമെങ്കിൽ ഒരാൾക്ക് ഒരു ഫുൾ ചാർജ് 100 രൂപ കൊടുക്കണം, ഒരു മൊബൈൽ ഫുൾ ചാർജ് ആക്കാൻ. ഭയങ്കര എക്സ്പെൻസീവാണ് മല കയറുന്ന നേരത്തോ. അപ്പോൾ ഒരു സ്തൂപ്പ ഉണ്ട്, അടിപൊളി വാട്ടർഫോളാ. നിങ്ങളെ ക്യാമറയിൽ എത്ര കിട്ടുന്നവരല്ല, നേരിട്ട് കണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുഖം അറിയും. എൻ്റെ മോനെ സീന്. അതിനെ കുറിച്ച് നടക്കാണ്ട് നല്ല മയം ഇതുണ്ട് കേട്ടോ, കാർമേഘം ഉണ്ട്, നല്ല മഴ പിടിച്ചിട്ടുണ്ട്. ഇവിടെ മഴ പിടിച്ചിട്ട് നല്ല തണുപ്പ്. ഭയങ്കര സ്റ്റീപ്പ് ഇതാ, ഭയങ്കര സ്റ്റീപ്പല്ലേ, ഭയങ്കര സ്റ്റീപ്പ്. മോളിന് വരുന്ന വെള്ളോ. എൻ്റെ മോനെ ഇതൊന്നും തരാം. സ്ഥലം ഇതുവരെ എത്തിയില്ല, കുറേ ഇങ്ങോട്ട് വന്ന് ഞാൻ സ്ഥലം മല നടക്കുന്നുള്ളത്. ഇതുവരെ കാണുന്നില്ല, കുറച്ച് സ്ലോ അടുത്തതിൽ ഇതുവരെ കാണുന്നില്ല സ്ഥലം. വരുമായിരിക്കും, ഉണ്ടായിരിക്കും. മോന്തിയാവാനായി, ഇരുട്ടാവാനായി. നമ്മളെ സലാഹുദ്ദീൻ ഇതാ ഇവിടെ ഉണ്ട്. സലാഹു ഹായ് പറയൂ. നല്ല ടയർഡായവാ, നല്ല നടത്തുണ്ട്. ഫുൾ ഇങ്ങനത്തെ സ്റ്റെപ്പ് തന്നെ ഭായി, വലിയമാരുടെ സ്റ്റെപ്പ് വരില്ല. നല്ലൊരു വ്യൂ പോയിന്റിലൊക്കെ എത്തി. നല്ല ഫോഗ് മൂടിച്ചിരുന്ന് കാണുന്നില്ല, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. കണ്ടാ വാട്ടർഫോളല്ലേ സീൻ. ഫുള്ള് ഫോഗ് എന്ത് കാണില്ല. എന്ത് കണ്ട ഇനിയും കയറണം, നമുക്കവിടെ കയറിച്ച് കാണും. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഇട്ടത് ഹിമാലയ എന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെ ടീ ഹൗസിലാണ് ഇന്ന് സ്റ്റേ. അപ്പോൾ ഇരുട്ടാവാറായി, അപ്പോൾ ഞങ്ങൾ എത്താറായി എന്നാണ് ഞങ്ങളൊരു പ്രതീക്ഷ. കുറേ നടക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഹിമാലയ എത്തി. അങ്ങനെ എപ്പോൾ എത്തും എന്ന നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഹിമാലയ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇത് 3ാമത്തെ ദിവസമാണ് ഹിമാലയ എന്ന സ്ഥലത്താണുള്ളത്. ഏകദേശം 3000 അടി ഉയരത്തില്ല. ഭയങ്കര ഫുള്ള് ഇത് പുക വരുന്ന അത്ര തണുപ്പാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ മുറിച്ച് സവാള മുറിച്ച് റെഡിയാക്കി. ഇവിടെ ചോറാന്നുണ്ട്, ചോറും ദാൽക്കറിയാണ് ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം കേട്ടോ. ഇതാണ് കണ്ടോ, ഇവിടെയൊക്കെ മൊത്തം സ്നോവിന് കണ്ടോ, നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. ഇനും ഒരു 6-7 മണിക്ക് വരും നടക്കാണ്ട് കേട്ടോ ബേസ് ക്യാമ്പിലേക്ക്. അപ്പോൾ ഇതാണ് രാവിലത്തെ വ്യൂ. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. ഫുഡിനൊക്കെ നല്ല റേറ്റാണ്. റൂമിന് ഞങ്ങൾക്ക് 800 ആയിട്ടുള്ളൂ, ഈ നേപ്പാൾ 800 2 പേർക്ക്. അതായത് ഇതിൽ എത്ര ബെഡുണ്ട് നോക്കിക്കോ, 1 2 3 4 5 6 ബെഡുണ്ട് ടോട്ടല്. 6 പേരും കൂടി വരുന്നുണ്ടെങ്കിൽ ഷെയർ ആക്കിയാൽ അതിന് കുറയും. ഒരു റൂമിനാണ് പൈസ 800, ഒരാൾ 400 ഇതായി. അപ്പോൾ നമ്മളുടെ എത്ര ആയിരിക്കും കണക്കൂട്ടി വെക്കേണ്ടി വരും. 500 ആ റേഞ്ചിൽ വരുന്നു. അപ്പോൾ നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഫുഡ് ചോറ് റെഡി ആയിട്ടുണ്ട്. അതിനെ കറിയും കൂടി ഉണ്ടാക്കിയ സെറ്റ് രാവിലെ ഉണ്ടോ. എന്താ വെച്ചാൽ ക്ലൈമറ്റ് മോശമാട്ടോ. ഇന്നലെ രാത്രി ഈ നേപ്പാൾ വന്നിട്ട് എല്ലാ ദിവസവും മഴയായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. മഴയായ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ മൊത്തം സ്നോ ഒക്കെ വീണ് അലമ്പായി കിടക്കും. അതാണ് ഇപ്പോൾ തന്നെ കണ്ട ഒരു മൂടി വെതർ. ഇങ്ങനെ ആയാൽ ബേസ് ക്യാമ്പൊക്കെ സീനാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇതെല്ലാം നോക്കാം നമുക്ക്, അവിടെ വരെ എന്താ അവസ്ഥയൊക്കെ പോയി നോക്കാമല്ലോ. നമ്മൾ രാവിലത്തെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ചോറും പരിപ്പ് കറിയാണ്. ഇതാണ് ഞങ്ങളെ എല്ലാ ദിവസമുള്ള ഭക്ഷണം. അപ്പോൾ ഞങ്ങൾ അവരുടെ പ്ലേറ്റൊക്കെ ചോദിച്ച്, നല്ല ഫ്രണ്ട്ലി ആൾക്കാരാണ് കേട്ടോ. ടീ ഹൗസിൻ്റെ ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പൈസ ഇല്ല, അതുകൊണ്ട് ഞങ്ങളിങ്ങനെയൊക്കെ കുക്ക് ചെയ്ത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കാറാണ് അങ്ങനെ പറഞ്ഞ്. ആ കുഴപ്പമില്ല പറഞ്ഞ് എന്നിട്ട് ഞങ്ങൾ പാത്രം കമ്മലുള്ള സോപ്പ് ചേരിയൊക്കെ തന്ന് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പ്ലേറ്റൊക്കെ തന്ന് നല്ല രീതിയിൽ കഴിച്ചെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ തിന്ന റൂമിന് 800 ആണല്ലോ. അത് ഏജ് കട്ടിലുണ്ടാവും. ഏജ് പേര് കൂടി അതിൽ കിടന്നാൽ എന്നും കുറയും കേട്ടോ. ഇവിടെ റൂമിനൊക്കെ നല്ല വില കുറവാണ്. നേപ്പാളി റുപ്പീസ് 800 ആണെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ട് ചെയ്താലും നല്ല കുറവാണ്. 500 രൂപ അങ്ങനെ സംതിങ്ങേ വരുള്ളൂ. നല്ലൊരു രസമായിരുന്നു ഹിമാലയ എന്ന ഈ സ്ഥലം. നല്ല അവിടുത്തെ ആൾക്കാർക്ക് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു.
അപ്പോൾ ഹിമാലയ വിട്ട് നമ്മൾ ഡൂരാലിയലിൻ്റെ സ്ഥലത്തേക്കാണ് നമ്മൾ അടുത്ത ലക്ഷ്യം. അപ്പോൾ അവിടത്തേക്ക് പോകുന്ന വഴി കണ്ടു മൊത്തം സ്നോ ആയിരുന്നു, നല്ല സ്ലിപ്പറി ആയിരുന്നു പോകുന്ന വഴിയൊക്കെ. അപ്പോൾ ഞാൻ എന്താ ഇത് വെച്ചാൽ ഒരു സോക്സ് ഉണ്ടായിരുന്നു, പഴയ സോക്സ്, ആ സോക്സ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഡൂരാലി എത്തിയാൽ ഒരു ക്രാമ്പോൺ വാങ്ങാമല്ലോ, അതായത് ക്രാമ്പോൺ അറിയാമല്ലോ, ഒരു സ്പൈക്ക് ഗ്രിപ്പിന് വേണ്ടി സ്നോയിലിടുന്ന സാധനമാണ്. അത് 1000 രൂപയാണ് പറഞ്ഞത്. ആ ഡ്യൂരാലിൽ നിന്ന് വാങ്ങാൻ കിട്ടും റെൻറ്റിന്. തിരിച്ചു വരുന്ന സമയത്ത് കൊടുത്താൽ മതി അവിടെ. അപ്പോൾ അതിട്ടില്ലെങ്കിൽ നടപടി ആവില്ല. എന്തായാലും ഭയങ്കര സ്ലിപ്പറിയാണ്, ഭയങ്കര പേടിയാവും. അപ്പോൾ ഞാൻ ഹിമാലയ നിങ്ങൾ മല്ലേ നടന്നതാണ്. സലാഹു റെസ്റ്റ് എടുത്തിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ സലാഹു കുറേ ബാക്കിലാണുള്ളത്, ഞാൻ കുറച്ച് മുമ്പേ നടന്നു. സലാഹു പയ്യെ വരുന്നതാണുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ സ്നോ കിട്ടി. സ്നോ അവലാൻസ് കുറച്ച് പേടിയായി തുടങ്ങി കേട്ടോ. പേടിയും വെച്ചാൽ സ്ലിപ്പറിയാണ് നടക്കുമ്പോൾ, ചെറിയൊരു പേടിയാവും. പിന്നെ പോകുന്ന വഴിക്കൊക്കെ അവലാൻസൊക്കെ കാണാം, അതായത് സ്നോ ഒക്കെ പൊട്ടി വീണ് കിടക്കുന്നൊരു കാഴ്ചയാണ് അവിടെ കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ കഴിഞ്ഞത്. ഇനി നമ്മൾ ഇന്ന് മച്ചുപുച്ചിയുടെ ബേസ് ക്യാമ്പിൽ എത്തണം ഞങ്ങൾ പ്ലാനുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ ഡ്യൂരാലി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഉച്ചക്ക് 12:30 മണിയായിട്ടുണ്ട്. സലാഹുവിനെ കാണില്ല കേട്ടോ, ബാക്കിലുണ്ട്. നല്ല ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാം, നല്ല മൊത്തം സ്നോ ആണ് കേട്ടോ ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ ഇവിടുന്ന് സ്പൈക്ക് ഇവിടുന്ന് വാങ്ങണം. അപ്പോൾ വെള്ളമൊക്കെ നിറച്ച് ഇത് വെള്ളം വരുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നിറച്ച് വെള്ളം ഒരു ദിവസം 3-4 ലിറ്റർ വെള്ളം കുടിക്കണം. എല്ലാം ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്സിജൻ്റെ പ്രശ്നമാണല്ലോ, മുകളിലൊക്കെ പോകുന്നത് ഓക്സിജൻ്റെ സീനാണ്. അപ്പോൾ സലാഹു വരെയുള്ള നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഗൈസ് അങ്ങനെ നല്ല മഴ കേട്ടോ ഇവിടെ. ദൂരാല് നല്ല മഴയാണ്. സലാഹു നോക്കിയതാ എൻ്റെ ബാഗിൽ ഇപ്പം കവറൊക്കെ ഇട്ട് സെറ്റായി. സലാഹു ബാഗിന് കവറില്ല, അതുകൊണ്ട് ടെൻറ്റിനെ കവർ എടുത്തിട്ടാണ് വന്നത് പുള്ളിക്കാര്. അപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ അവസ്ഥ. ഫുള്ള് ഷൂക്ക് മറ്റേ സാധനം ഇട്ട് ഇതൊക്കെയാണ് യാത്രയുടെ ഒരു അനുഭവങ്ങൾ. നല്ല സ്നോ ആട്ടോ, സ്നോ കൊണ്ട് നല്ല ഫോഗ് കൊണ്ട് മഴയുണ്ട്. എന്താവെന്ന് അറിയില്ല, കയറി നോക്കാം. കുറേ ടൂറിസ്റ്റുകൾ മുകളിൽ പോകുന്നുണ്ട് ഗായ്സ്. നമ്മളിപ്പോൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൽ പോകുന്നത് ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനിലാണ്. അത് ഏറ്റവും വേസ്റ്റ് സീസൺ ഇപ്പോൾ പോകുന്നത്. ടൂറിസ്റ്റ് ഭയങ്കര കുറവ്. മാത്രമോ സംബന്ധിച്ചെന്ന് തരുമോ, ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോൾ മേഘാലയ വഴി വരുമ്പോൾ കുറച്ച് വെതർ കുറച്ച് ക്ലിയർ ആവും. അങ്ങനെയാണ് ഇവിടെ അതിൻ്റെ അടിവേസ്റ്റ് ഇതാ. ഓക്കെ, ഫുള്ള് മയവും ഫോഗ് കണ്ടതാ. സ്ഥലവും കണ്ട ബാഗിന് കവർ ആത്തോണ്ട് ടെൻറ്റിനെ കവർ എടുത്തിട്ട് വന്നത്. ഫുള്ള് ഫോഗ് പിടിച്ചിട്ട് ക്യാമറ എടുക്കാൻ ക്ലിയർ ഇല്ല. ഫുള്ള് ഫോഗ് ഇതാ, ഫോഗും മഴയും നല്ല ഹെവി മഴ. ഫുൾ റെയിൻകോട്ട് ഇട്ടിട്ട് പോകുന്നുള്ളത്. മഴ സ്നോയെല്ലാം ഒന്നാകും നമുക്കില്ല. ഭയങ്കര സ്നോ ഫുള്ള് കൂടുന്നു ഭയങ്കരത്തിൽ. Full snow, full fog. Till we trek till Annapurna Base Camp. It's our main aim of this trekking. അങ്ങനെ ഡുരാലി വിട്ടു. നല്ല പേടിയായിരുന്നു കേട്ടോ. ഡുരാലിയിൽ നിന്ന് MBC വരെയുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും പേടിപ്പെടുത്തിയ ഒരു ട്രക്കിങ്. മൊത്തം ആംബുലൻസ് ആയിരുന്നു. മൊത്തം ഈ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക, എല്ലാം മഞ്ഞ പോലെയൊക്കെ വീണ് ലാൻഡ് സ്ലൈഡൊക്കെ ഭയങ്കരത്തിലുണ്ടായിരുന്നു കേട്ടോ പോകുന്ന പോയി. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ MBC എത്തിയിട്ടുണ്ട്. മച്ചുപുച്ചാര ബേസ് ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഭയങ്കര സ്നോഫോൾ ആയിരുന്നു കേട്ടോ. സ്നോയിലാണ് നടന്നത്. അത് ഏറ്റവും ബാഡ് വെതർ, 4 വർഷത്തിന് ശേഷം ഏറ്റവും ബാഡ് വെതർ വരുന്ന ഒരു സമയത്താണ് ഞങ്ങൾ കയറിയത്. ഓക്കെ, കസലൊക്കെ മുങ്ങിയിട്ട് ഇങ്ങനത്തെ സ്നോയിൽ കൂട്ടിയാണ് നടന്നത്. ഇപ്പോൾ ഇന്ന് മൊത്തം ഉച്ചക്ക് 12 മണിക്ക് ശേഷം ഇപ്പോൾ 6 മണി വരെ ഈ സ്നോയിൽ കൂടിയാണ് നടന്നത്. ഹെവി സ്നോഫോൾ ഉണ്ടായിരുന്നു, അതാണ് സഹിക്കാൻ പറ്റാത്തത്. സ്നോഫോൾ കൂടിയാണ് നമുക്കില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ഇതാ
വലിയ വലിയ ഹിമാലയങ്ങളാണ് കേട്ടോ. ഇവിടെ നല്ല വ്യൂ കാണാന്ന് പറഞ്ഞിട്ടുണ്ട് ഹിമാലയങ്ങളൊക്കെ. മറ്റേ ഇത് ഇത് ഫോഗൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ആ ഒരു വ്യൂ കാണാൻ പറ്റുന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു ലോഡ്ജ് വന്നിട്ടാണുള്ളത് കേട്ടോ. എവിടെയാണ് ഇന്ന് ഞങ്ങൾ സ്റ്റേ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് MBC ക്യാമ്പിലുണ്ട്. ഇന്ന് ഇവിടുന്ന് ABC അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ ഇവിടെ ബയ്യാന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൂമിൽ വെക്കാൻ പറഞ്ഞ് വരുന്ന വഴിക്ക് എടുക്കാന്ന്. എന്താ വെച്ചാൽ ബാഗ് ലഗേജ് നല്ലതാണല്ലോ നടക്കാൻ. ഭയങ്കര ഫോഗാണെങ്കിൽ എന്തും കാണാൻ പറ്റില്ല കേട്ടോ. അമ്മാതിരി ഫോഗാണ്. നോക്കിയാ നല്ല തണുപ്പും കൂടിയാണ് കേട്ടോ. എന്നാലും ടൂറിസ്റ്റൊക്കെ അത്യാവശ്യം വരുന്നൊക്കെ കാണാം ഇവിടുന്ന്. എനിക്ക് ബാത്റൂമിൽ നിന്ന് വെള്ളം പോകുന്ന സംഭവം പോലില്ല. ടിഷ്യൂലൊക്കെയാണ് തുടച്ച് കാര്യം സാധിക്കുക. വേറൊരു രക്ഷയില്ല. വെള്ളം ഐസായി പോയാണ് പറഞ്ഞത്. ഇവർ തന്നെ ഈ ഐസ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനെ ചൂടാക്കി യൂസ് ആക്കുന്ന. നോക്കിയാൽ മൊത്തം സ്നോഫോളിങ് തന്നെ. ഇതാ അവിടെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടാ. അമ്മാതിരി ഫോഗാണ്. എൻ്റെ പൊന്നോ, എന്താവെന്ന് അറിയില്ല. പോയി നോക്കാം. ഇവിടെ കുറച്ചേ ഉള്ളൂ, 2 മണിക്കൂറേ ഉള്ളൂ ഇവിടുന്ന് അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്ക്. അപ്പോൾ അവിടെ കണ്ടിട്ട് കാണാം. ഇതാണ് ഫുഡിൻ്റെ ഒക്കെ മെനു കേട്ടോ. ഈ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് കയറുമ്പോഴേക്കുള്ള എല്ലാം ചോമറോങ് മുതലൊക്കെ ഇതാണ് റേറ്റ്. ഇല്ല നേപ്പാളി റുപ്പീസാണ്. അപ്പോൾ കൺവേർട്ട് ചെയ്താൽ മതി ഇന്ത്യൻ റുപ്പിയിലേക്ക് എത്ര ആവുമെന്ന്. ഇത് ഓരോ ഫുഡിനൊക്കെ ഈ റേറ്റാണ് ഈ കാണുന്നതൊക്കെ. ഫോട്ടോസ് മെമ്മറിയുടെ ഒരു മലയാളീൻ്റെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാഴ്ച നമ്മ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ കണ്ട, ഇതാണ് 430 മീറ്റർ ഉയരത്തിൽ നമ്മളുള്ളതാ. സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മ അവസാനം അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വീട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് വീട് എടുത്തിട്ടുണ്ട്. അവിടെ ഭയങ്കര സ്നോഫോൾ ആണല്ലോ. അങ്ങനെ ഇപ്പൊ ഇവിടെ കുറച്ച് ചൂടുള്ളൊക്കെ भैया ഉണ്ടാക്കി. भैया आपका नाम बोलिए भैया. नाम क्या है आपका? രാംശന്തർ പയ്യാണ്. നമുക്ക് വെള്ള ചൂടുള്ള കൊണ്ടുവന്ന് ഭയങ്കര തണുപ്പാ. കയ്യലിപ്പോ മെരക്കട്ടോ. അങ്ങനത്തെ ഗ്ലൗസ് ഒരു സാത്തൂരാങ്ങല നമുക്ക് ഗൈസ്. അങ്ങനെ നമ്മ ആദ്യമായിട്ട് അന്നപൂർണ്ണ ഒരു ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ട്. റേറ്റ് നോക്കിയാ അതും നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതാ. ഒരിക്കലും ഫുഡ് എന്നാണല്ലോ. ഇത് വാങ്ങി മിക്സ്ഡ് ഫ്രൈഡ് നൂഡിൽ, ഇല്ലി ചീസ്, ട്യൂണ എല്ലാം മിക്സ് ആയിട്ട് വരും. ഇവിടെ ചിക്കന്, മീറ്റ്, പിന്നെ പോർക്ക് അതൊന്നും കിട്ടല്ല. അകത്തൊന്നും ഒരു സാധനമില്ല ഈ അന്നപൂർണ്ണ സൈഡ്. നോക്കി താഴെ ഇത് ഗ്യാസ് കണ്ട ഇതിൽ ഹീറ്റ് ആക്കുന്നുണ്ട്. ഞങ്ങൾ കാല് നല്ല ഹീറ്റാവും. നല്ല ലോജുണ്ട് ഇരിക്കാൻ. ഇവരുടെ ഹോട്ടൽക്കാരിൽ ചീറ്റ് അടിക്കുന്നുണ്ട്. നമ്മൾ സാധനം ഓർഡർ ആക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടല്ലേ സ്ഥലമാവും ഒരു ഫുഡ് ഓർഡർ ആക്കി. അല്ല, നമ്മളെ ഒന്ന് പ്ലാൻ ഉണ്ട്. ഒരിക്കലും ഫുഡ് തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് ആക്കണമല്ലോ. സ്ഥലമാവും. നമ്മൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് വന്നിട്ട് ആദ്യമായിട്ട് ഒരു മിക്സ് നൂഡിൽസ് ആവും. അവിടെ ചിക്കൻ ഇല്ല, മീറ്റില്ല, അങ്ങനത്തെ ഒരു സാധനം ഇല്ല. എഗ്ഗ് മാത്രം കിട്ടും. റേറ്റ് എത്ര രൂപ? 880. നമ്മളുടെ എത്ര
500 എന്തായി ഭയങ്കര എക്സ്പെൻസീവ് എന്തല്ലെങ്കിലേ വീട്ടിലേക്ക് സാധനം കൊണ്ടുവരണമെങ്കിലേ പോട്ടർ ഒരു പുറത്തുകൊണ്ട് കൊണ്ടുവരണം. നമ്മളെ നാട്ടിൽ ഇതേ സിറ്റുവേഷൻ ഇല്ലെങ്കിലേ നമ്മളെ നാട്ടിൽ 2000 രൂപ നമ്മ നാട്ടിലൊത്തിരി നല്ലൊരു ശവയൊന്നും ശരിയായില്ല അല്ല അത്. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങള് ഇപ്പോൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലാണ്. ഇന്നലെ ഉച്ചക്ക് 2:30 മണിക്ക് എത്തി ഇവിടെ കേട്ടോ. ഇന്നലെ തിരിച്ചു പോയായിരുന്നു ഞങ്ങൾക്ക്. ഇന്നലെ 2 മണിക്ക് എത്തിയായിരുന്നില്ല. തിരിച്ച് ഞങ്ങൾ MBC വരെ പോയായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ സലാവുൻ്റെ ഷൂ കുറച്ച് വെട്ടായിരുന്നു, മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൂ അത്ര ക്വാളിറ്റി ഇല്ലാത്ത ഷൂ ആണ്. അപ്പോൾ തിരിച്ചു പോകാൻ പാടാണ്ട് ഇവിടെ താഴെ ഹീറ്ററിന് സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം ഹീറ്റാക്കി, എൻ്റെ ജാക്കറ്റും മൊത്തം ഹീറ്റാക്കി. അങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ രാവിലെ ഞങ്ങൾ നല്ല 2 പേർക്ക് ഇന്നലെ ഞങ്ങൾ തിന്നത് 1-2 ഹാഫാക്കിയായി. ഇന്ന് 2 പേർക്ക് നല്ല അടിപൊളിയായിട്ട് ഫുഡ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഒരിക്കലും ഫുഡ് വാങ്ങണമല്ലേ, എപ്പോഴും ശരിയാവില്ല. അങ്ങനെ മിക്സ് നൂഡിൽസ് പറഞ്ഞു 2 പേർക്ക്. അങ്ങനെ ഇപ്പം തന്നെ ഇറങ്ങും. ഞങ്ങളൊന്ന് വേറെ ടീംസ് ഉണ്ട്, അവരൊന്ന് ചേർന്നാണ് പ്ലാൻ. എന്താ വെച്ചാൽ നോക്കിയാൽ മൊത്തം സ്നോ മൂടി കിടക്കുക, വഴിയൊന്നും കാണാൻ പറ്റില്ല, മൊത്തം മുട്ട് വരെ സ്നോ ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും കുറേ ടീംസ് പോകുന്നുണ്ടെങ്കിൽ അവരുടെ ഗൈഡൊക്കെ റൂട്ട് സെറ്റാക്കി കൊടുക്കും. അപ്പോൾ അവർ ഒന്നിച്ച് ഞങ്ങൾ പോകാമല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ വേറൊന്നും ടെൻഷനില്ല, ബാഗൊക്കെ MBCനുള്ളത്, നേരെ പോയാൽ മാത്രം മതി. അങ്ങനെ ഞങ്ങളിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ റെഡി ആകുന്നുണ്ട്. ഇതാ ആൾക്കാർക്ക് വളരെ കുറവാണ് കേട്ടോ. ഗൈസ് ഞങ്ങൾ നൂഡിൽസ് ഞങ്ങൾക്ക് തീരുന്നുണ്ട്. ഇതാ ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാലില്ല, എഗ് ഉണ്ട്, ചീസ് ഉണ്ട്, കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ സാൽമൺ ഫിഷ് ഇല്ല, ഫിഷ് ഉണ്ട്. നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ. ഇതിലാണ് തോന്നുന്നത്, അതുകൊണ്ട് ഇത് തന്നെ ഞങ്ങൾ ഇന്ന് ഓർഡർ ആക്കി. പുറത്ത് നോക്കിയാൽ നല്ല ഫിഷ് ടെയിൽ മൗണ്ടൈൻ്റെതാ നല്ലൊരു വ്യൂ കാണുക. മൊത്തം ക്ലിയർ സ്കൈ ആണ്. ഇന്ന് വെതർ ഓക്കെ ആണെന്ന് പറഞ്ഞത്, കുഴപ്പമില്ല നിങ്ങൾ വിട്ടോ ഇന്ന്. ഞാനല്ല സെറ്റാതാതെ പറഞ്ഞത് സ്കൈ. നോക്കാം. അതാ ചില്ലി സോസ് ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ മേലെ സോസൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കഴിക്കാം. അത് നമുക്ക് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങണം. കൊച്ചു ടീംസ് ഉണ്ട് വേറെ, അവരൊന്നിച്ചിട്ട് ഇറങ്ങാനാണ് പ്ലാന്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ആകെ ഞങ്ങളും പിന്നെ ഇതാ ഈ ഫോട്ടോ എടുക്കുന്ന കണ്ട ഈ 2 ടീംസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൽ. അങ്ങനെ ഇവരിൽ ഒന്നിച്ചിട്ടൊരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന റൂട്ടൊക്കെ അവിടുത്തെ ടീ ഹൗസിലത്തെ ജീവനക്കാർ, അവിടെ പണിയെടുക്കുന്ന ആൾക്കാർ നമുക്ക് റൂട്ടൊക്കെ കുറച്ച് ഇങ്ങനെ സെറ്റാക്കി തന്ന്. പിന്നെ ഇവരൊന്നിച്ച് ഗൈഡ് ഉണ്ടോണ്ട് നമുക്ക് നല്ല കൊണ്ണയച്ച, ഇല്ലെങ്കിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡൊന്നും കാണുന്നില്ല, മൊത്തം ഐസ് കണ്ടില്ല. ഇതാണ് അവസ്ഥ. റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് നടന്നോ. അങ്ങനെ നമ്മൾ MBCന്ന് വിട്ട് ദുരാലെത്താറായി. എല്ലാം വർക്കായതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കണ്ട, ഇത് മേലിന്ന് ലാൻഡ് സ്ലൈഡ് എടുത്തതാണ് കേട്ടോ. ഇങ്ങനെ മേലിന്ന് ഇടിഞ്ഞിട്ടാ താഴെ വരെ പോയതാണ്. കണ്ട ഡേഞ്ചറാണ് കൊച്ചു റൂട്ട്. നല്ല മഞ്ഞ് മഴകൾ കണ്ട. സ്ഥലം വരുന്നുണ്ട്, ഇങ്ങനെ ക്രോസ് ആക്കി ഇങ്ങനെ താഴോട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ 4 ദിവസം കയറിയിട്ട് 3 ദിവസം എടുത്തു ഞങ്ങൾക്ക് ഇറങ്ങാൻ കേട്ടോ. റിട്ടേൺ വരുന്നപ്പോൾ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല, വ്ളോഗൊന്നും എടുത്തില്ല. നല്ല ക്ഷീണമായിരുന്നു, പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടുണ്ടായിരുന്നില്ല, അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നല്ല രസമായിരുന്നു. ചോമ്പറം കൊല്ലുന്ന സ്ഥലത്ത് കുറച്ച് കാറ്റായിരുന്നു, അവിടെയാണ് കുറച്ച് പണി കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ABCന്ന് ആദ്യത്തെ ദിവസം ഡോവാന് വരെ എത്തിയിട്ട്, എന്നിട്ട് അന്ന് രാത്രി ഡോവാന് സ്റ്റേ ചെയ്ത്, എന്നിട്ട് എൻ്റെ ചെവി നല്ല രീതിയിൽ വേദനിച്ച് ഉറങ്ങിയിട്ട് പോലില്ല. ഭയങ്കര വേദനയായിരുന്നു ചെവിയൊക്കെ. ചെവി വേദനിച്ചിട്ട് പിന്നെ ഒന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. രാത്രി ഉറങ്ങാത്ത ഭയങ്കര ഒരു ടാസ്ക്കായിരുന്നു. എനിക്ക് തോന്നുന്നത് ആൾട്ടിറ്റ്യൂഡിന് കയറി ഇറങ്ങിയോണ്ടായിരിക്കും. അങ്ങനെ ചോമ്പ്രോങ്ങിന്ന് ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ചെറിയ, അവിടെ ഞാൻ കാണിച്ച് മരുന്നൊക്കെ തന്നു. അവിടെ ഫ്രീ ആണ് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ ABC ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട്
നമ്മൾ ഗാന്ധർഗ് വില്ലേജിലേക്ക് ഒരു ഷെയർ ടാക്സിയിൽ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് 2:45 ബസ്, ലാസ്റ്റ് ബസ്. നടന്നിട്ട് പോയെങ്കിൽ എത്തല. അപ്പോൾ കുറച്ച് സാധനം ഗാന്ധർഗിലുണ്ട്, ആ സാധനം എടുത്തിട്ട് പോകണം. നമ്മൾ നേപ്പാൾ ഷോപ്പിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. കണ്ട ജാക്കറ്റിലെ കണ്ട ഇത് പൊക്ര കുറച്ച് എക്സ്പെൻസീവ്. നാട് നമ്മളെ കാഠ്മണ്ഡു ആക്കല്ല. കാഠ്മണ്ഡുവിൽ ട്രക്കിംഗ് കേസിൻ്റെ ഒരു ഷോപ്പുണ്ട്, അവിടെ നല്ല കുറവുണ്ട്. ബാക്കിയെല്ലാം കണക്ക് തന്നെ. പിന്നെ കുറേ സാധനങ്ങൾ നോക്കിയതാ കണ്ടാ, കുറേ വെറൈറ്റി തന്നെ ഡിഫറെൻറ്റ് പാൻറ്റെല്ലാം ഉണ്ട്. നല്ല സാധനമുണ്ട്. ഓരോന്ന് നല്ല കത്തി, നല്ല റേറ്റ് വന്നാൽ ഓരോന്ന്. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കുവാണ്. ഗോരഖ്പൂർ വഴി ഇറങ്ങിയതാണ് ഞങ്ങൾ. പൊക്രാന്ന് ഗോരഖ്പൂർ ബോർഡർ ഇറങ്ങിയിട്ട് അവിടുന്ന് 4 പേർക്ക് ഞങ്ങൾ തത്കാൽ ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.